വെറുതെ വെച്ചോണ്ടിരുന്ന് ക്രിട്ടിക്കൽ ആക്കണ്ട. അളിയൻ അങ്ങോട്ട് ചെല്ല്. അതാ നല്ലത്. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. നീ വാ. ഇപ്പൊ എങ്ങനെയുണ്ട്? തലകറക്കമൊക്കെ കുറഞ്ഞോ? നല്ല ആശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് ഡോക്ടറെ കാണിക്കാം. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇതിന് ഹോസ്പിറ്റലിൽ പോവല്ല ഗൗതം വേണ്ടത്. ആന്റിക്കേ നല്ല ചുട്ട അടിയുടെ കുറവാ. വന്ന് വന്ന് നിർമ്മലാന്റിക്ക് ഇപ്പോ നന്നായിട്ട് അഭിനയിക്കാൻ അറിയും. ശരിക്കും നമ്മളെയൊക്കെ പറ്റിച്ചു കളയും. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണോന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണോന്ന് പറഞ്ഞാൽ അതും കഴിക്കും. എന്നാ മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് കഴിക്കോ? അത് ചെയ്യില്ല. എന്നിട്ട് എല്ലാം മുറ പോലെ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ മുൻപിൽ അഭിനയിച്ചു കാണിക്കും. അതെ, അടുക്കളയിലിരുന്ന സാധനങ്ങളെല്ലാം അതുപോലെ ഇട്ടിട്ടാ ഞാൻ നിർമ്മലയുടെ പുറകെ പോയത്. ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്താ അമ്മ ഇത്? സമയത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാതെ ഷുഗറിനുള്ള ഗുളിക കഴിച്ചാൽ തലചുറ്റി വീഴുന്നുള്ള കാര്യം ഉറപ്പല്ലേ? നല്ല മധുരം ഉള്ളിൽ ചെന്നപ്പോ ആള് സെറ്റായി. ആന്റി വേണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ, ഹലോ ജോർജ്, എന്തായി? അതൊക്കെ ജോർജിനൊന്ന് തനിച്ച് ചെയ്തുകൂടെ? ഞാൻ വന്നാലേ നടക്കുന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ എന്തിനാ? ഇനി എന്തെന്ന് പറഞ്ഞാലും എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഗൗതം, ഒരു മിനിറ്റ്, ആ ഫോണൊന്ന് ഹോൾഡ് ചെയ്തേ. ജോർജ് ഒന്ന് ഹോൾഡ് ചെയ്യും. എന്താ ഗൗതം, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും വിളിക്കുന്ന ആളല്ല ജോർജ്. എന്തേലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ വിളിക്കുന്നത്. ഒന്ന് പോയിട്ട് വാ. എന്താ നിധി നീ പറയുന്നത്? അമ്മ ഇവിടെ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ ഇതും കളഞ്ഞ് ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യണം. അതിനെനിക്ക് വയ്യെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല. മോൻ ഓഫീസിലേക്ക് പോയിക്കോ. എന്തായാലും വൈകുന്നേരം വരെ ആന്റിയുടെ കൂടെ ഞാൻ ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗൗതമിനെ വിളിച്ചോളാം. എന്താ അതുപോരെ? എന്തായാലും മീൻകറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓ, അപ്പൊ ഇന്നുച്ചക്ക് മീൻകറിയല്ല, മീൻ കരിയായിരിക്കുമല്ലോ അമ്മേ. ഗൗതം, പോകുന്നെങ്കിൽ ഓഫീസിൽ പോയി വേഗം കാര്യങ്ങൾ നോക്ക്. തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളുണ്ടല്ലോ. എങ്കിൽ പിന്നെ പോവാല്ലേ? അത് ശരി, ഓഫീസ് പോവാതെയാണോ ഇവിടെ വന്ന് നിക്കുന്നേ? ആ, വേഗം പോവാൻ നോക്ക്. ചെല്ല് ചെല്ല്. ആ, എങ്കിൽ പിന്നെ ഇറങ്ങിയേക്കാം അല്ലേ? ആ ജോർജ്, ഞാൻ ദാ വരുന്നു. ഇനി ഇങ്ങനെ ആലോചിച്ച് നിക്കണ്ട, വാ ഇങ്ങോട്ട്. അമ്മേ, ആന്റി, ഞാൻ ഇതിനെ കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടിട്ട് വരാം. നടക്കങ്ങോട്ട്, നടക്ക്. ഞാൻ തന്നെയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കഥ മെനഞ്ഞതും തന്ത്രമുണ്ടാക്കിയതും നടപ്പിലാക്കിയതും. ഒരു സത്യം നിനക്കറിയോ? ശിവാനിയുടെയും പ്രണവിന്റെയും ഉള്ളിൽ നിങ്ങളോടുള്ള പകയുടെ വിഷയത്തിൽ സയനൈഡാണ് ഞാൻ അതിലൂടെ കടത്തിയത്. എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയൊരു കഴിവുണ്ട്. എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അതിൽ നിന്നെല്ലാം ഞാൻ തടിയും തലയും ഊരിപ്പോയിക്കൊണ്ടേയിരിക്കും. CKC പേരില് പെർജറി കേസ് കൊടുക്കാൻ വേണ്ട ഏറ്റവും നല്ല തെളിവാണ് നിധി ഒപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് നിധിയുടെ മാത്രം ബ്രില്യൻസ് ആണ്. എന്റെ മരുമോളെന്ന് വെച്ചാലേ നിസ്സാരക്കാരിയാണെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഇവിടെ പുലിയല്ലേ, പുലി. ഈ വീഡിയോ കണ്ട ഏത് കോടതിയും അവനെ പിടിച്ചകത്തിടും. ഗൗതം, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. നാളെ രാവിലെ തന്നെ നമുക്ക് വക്കീലിനെ പോയി കാണണം. പറ്റിയ നാളെ തന്നെ പെർജറി കേസ് ഫയൽ ചെയ്യാൻ വേണം. ഓ, നാളെ രാവിലെ എന്ന് പറയുമ്പോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ടെക്നിക്കൽ എക്സ്പേർട്സിന്റെ. അത് സാരമില്ല, മീറ്റിംഗ് മാറ്റിവെക്കാൻ പറയാം. അത് വേണ്ട ഗൗതം. വക്കീലിനെ കണ്ട് ഈ വീഡിയോ ഏൽപ്പിച്ച് കേസ് ഫയൽ ചെയ്യണം. അതിനിപ്പോ ഗൗതം വരണമെന്നില്ല, എനിക്ക് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ.
പിന്നെ വക്കാലത്തൊക്കെ ഗൗതം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഏയ് എന്നാലും ഞാൻ കൂടെ വരാം, അതല്ലേ നല്ലത്. ഈ കേസിന് വേണ്ടി മീറ്റിങ്ങുകൾ മാറ്റിവെക്കരുത്. അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. CKCയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ ബിസിനസ്സുകൾ തകർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണല്ലോ അയാൾ ഓരോ ഊരാക്കുടുക്കുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അയാൾ തകർക്കാൻ ശ്രമിക്കുന്നതനുസരിച്ച് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. മോള് പറഞ്ഞതാടാ അതിന്റെ ശരി. നീ ഓഫീസിൽ പോയി നിന്റെ കാര്യങ്ങൾ നോക്ക്. വക്കീലിനെ രാവിലെ നിധി പോയി കണ്ടോളും.